10th ക്ലാസ് മാത്സിലെ ചാപ്റ്റർ നമ്പർ 2 എന്താണ്? വൃത്തങ്ങളും കോഡുകളും, അതായത് സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. സോ ഫസ്റ്റ് ചാപ്റ്ററത്തെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അതൊക്കെ കാണുക. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പുതിയ ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ സർക്കിൾസ് ആൻഡ് ആംഗിൾസ്. ആദ്യം തന്നെ പാർട്സ് ഓഫ് സർക്കിൾ, വൃത്തങ്ങളിലെ ഭാഗങ്ങളാണ് ആദ്യം തന്നെ പറയുന്നത്. സപ്പോസ് ഇതാണ് നമ്മുടെ സെൻറ്റർ, O എന്ന് പറയുന്നതാണ് സെൻറ്റർ എന്നുണ്ടെങ്കിൽ ഈ വൃത്തത്തിൻ്റെ ഒരു എൻഡിൽ നിന്ന് ഈ സെൻറ്ററിലേക്ക് വരയ്ക്കുന്ന ഈ ഒരു ലൈൻ, ഈ ഒരു ലെങ്ത്ത്, OA എന്ന് പറയുന്ന ഈ ഒരു ലൈനിൻ്റെ ലെങ്ത്ത്, അല്ലെങ്കിൽ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു എൻഡിലേക്ക് വരയ്ക്കുന്ന ആ ഒരു ലൈനിൻ്റെ ലെങ്ത്തിനെ പറയുന്ന പേരാണ് റേഡിയസ്. ആർ എന്ന് പറയുന്ന ലെറ്ററിലാണ് നമ്മൾ അതിനെ പ്രസൻറ്റ് ചെയ്യുന്നത്. റേഡിയസ് മലയാളത്തിൽ എന്താണ്? ആരം. അപ്പം ഈ ആരം, ഈ റേഡിയസ് ഈ എൻഡിൽ നിന്ന് ഈ എൻഡ് വരെ വരച്ച്, അതായത് A to B ആണെങ്കിൽ എന്താണ്? അതിന് പറയുന്ന പേരാണ് എന്ത്? ഡയാമീറ്റർ. ഡയാമീറ്ററിനെ D എന്ന് പറയുന്ന ലെറ്ററിലാണ് നമ്മൾ റിപ്രസെൻ്റ് ചെയ്യുന്നത്, മലയാളത്തിൽ വ്യാസം. മൂന്നാമത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു എൻഡിൽ നിന്ന്, അതായത് ഇപ്പം നമ്മൾ സർക്കിളിൻ്റെ സെൻറ്റർ കൂടെ വരയ്ക്കുന്ന ഫുൾ ലെങ്ത് ആണ് പറഞ്ഞത്. അപ്പോൾ എന്താവും? ഈ രണ്ട് സർക്കിൾ രണ്ട് ഭാഗമാവും. അതേപോലെ സർക്കിളിൻ്റെ സെൻറ്റർ കൂടെ അല്ലാതെ ഏതെങ്കിലും ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിലേക്ക് വരയ്ക്കുമ്പോൾ ഇത് CD എന്ന് പറയുന്ന ഈ ഒരു ലൈനിന് പറയുന്ന പേരാണെന്ത്? മലയാളത്തിൽ ഞാൻ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കോഡ് എന്ന് പറയും. മലയാളത്തിൽ ഞാൻ. ഈ ഒരു ലൈന് ഇപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, എന്താണ് ഇങ്ങനെ വരയ്ക്കുന്നത് ഞാനാണോ എന്ന്. ആണ്, ഇങ്ങനെ വരയ്ക്കുന്നത് ഞാനാണ്, ഇങ്ങനെ വരയ്ക്കുന്നത് ഞാനാണ്. ആഫ്റ്റർ ഓൾ സർക്കിളിനെ രണ്ട് കഷ്ണങ്ങളാക്കണം. എന്നാൽ ആ ലൈൻ എന്താവരുത്? ആ ലൈന് സർക്കിളിൻ്റെ സെൻറ്റർ കൂടെ പോയത്. സെൻറ്റർ കൂടെ പോയാൽ അതിനെന്താ പറയുക? ഡയാമീറ്റർ എന്നാണ് പറയുക. ഓക്കെ, ഡയാമീറ്ററിൻ്റെ പകുതിന് റേഡിയസ്. CD എന്ന് പറയുന്നത് കോഡ്. അപ്പം ഈ കോഡിൻ്റെ ഈ ഒരു പോർഷൻ ഉണ്ടാവില്ലേ, ഈ ഒരു പോർഷനെ പറയുന്ന പേരാണെന്ത്? സെഗ്മെന്റ്. ഈ പോർഷനെ പറയുന്ന പേരാണെന്ത്? സെഗ്മെന്റ്. മലയാളത്തിൽ എന്താ പറയാന്നുള്ളത് എനിക്കറിയില്ല. ഇനി ഈ CD എന്ന് പറയുന്ന ഈ ഒരു ഞാണ് ഉണ്ടാക്കുന്ന ഈ ഒരു പോർഷൻ അല്ലേ, സർക്കിളിൻ്റെ ഈ ഒരു പോർഷൻ, അല്ലെങ്കിൽ ഇനി വേറെ എവിടെയും വരയ്ക്കുക, EF. സർക്കിളിൻ്റെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു പോർഷനെ പറയുന്ന പേരാണ് എന്ത്? ആർക്ക്. അതായത് മലയാളത്തിൽ ചാപം എന്നൊക്കെ പറയും. ഇനി ഈ ഒരു ആർക്ക് സർക്കിളിൻ്റെ സെൻറ്ററുമായിട്ട് ഒരു കേക്കിൻ്റെ കഷ്ണം പോലെ ആക്കുകയാണ് എന്ന് വിചാരിക്കുക. ഈ ഒരു ഭാഗത്തിന് പറയുന്ന പേരാണെന്ത്? സെക്ടർ. സോ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ വഴിയെ ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പഠിക്കും. അപ്പം എന്തായാലും നമ്മുടെ കൂടെ ഉണ്ടാവുക. സോ അടുത്ത ഭാഗം ആർക്ക് ആൻഡ് ആംഗിൾസ്. ഈ ഒരു പിക്ചർ കാണുമ്പോൾ നിങ്ങൾ ഇത് മൈൻഡിലുണ്ടാവണം. ഇതിൻ്റെ ഉത്തരം, അല്ലെങ്കിൽ ഈ ഒരു തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ആർക്ക് AB എന്ന് പറയുന്ന ഈ ഒരു ആർക്ക് സർക്കിളിൻ്റെ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ C° ആണ് എന്നുണ്ടെങ്കിൽ, ഈ ഒരു ആർക്ക് രണ്ട് എൻഡും കൂടി കൂട്ടി യോജിച്ച് C എന്ന് പറയുന്ന ഈ ഒരു ആംഗിൾ എന്ത് ഡിഗ്രി ആയിരിക്കും അറിയോ? എത്ര ഡിഗ്രി ആയിരിക്കും എന്നറിയോ? ഈ ഒരു ആംഗിളിൻ്റെ പകുതി, അതായത് C°/2 ആയിരിക്കും എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന് പഠിക്കേണ്ട കാര്യം. ഈ ഒരു പിക്ചർ മനസ്സിലാക്കുക. അതായത് എന്താണ്? ഈ ഒരു ആർക്ക് AB എന്ന് പറയുന്ന ഈ ഒരു ആർക്ക് സർക്കിളിൻ്റെ സെൻറ്ററിൽ, കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്തോ അതിൻ്റെ പകുതി ആയിരിക്കും ഈ രണ്ട് എൻഡും കൂടി, ആർക്കിൻ്റെ രണ്ട് എൻഡും കൂടി കൂട്ടി യോജിച്ച് കണക്ട് ചെയ്താൽ കിട്ടുന്ന ആംഗിൾ. ഓക്കെ. സോ ഇതിന് ഒരു ചെറിയ ഡെറിവേഷൻ ഉണ്ട്. അതെങ്ങനെ കിട്ടുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ ഒരു ചെറിയ പ്രൂഫ്, അല്ലെങ്കിൽ ഒരു
എന്താ പറയുക, തെളിവ് എന്നൊക്കെ പറയാൻ തക്ക രീതിയിൽ ഒരു ചെറിയൊരു പോർഷൻ ഉണ്ട്. സപ്പോസ് നമ്മുടെ ആർക്കിനെ എ ബി എന്നാണ് വിളിച്ചത് എന്ന് വിചാരിക്കുക. ഇത് സി ഡിഗ്രി എന്നുള്ളത് മായ്ക്കുക, ഈ സി ഡിഗ്രി എന്നുള്ളത് മാർക്കുക. ഇതിനെ ഒ എന്ന് പറയുന്ന പോയിന്റ് ആണ് എന്ന് വിചാരിക്കുക, ഒ എന്ന് പറയുന്ന പോയിന്റ് ആണെന്ന് വിചാരിക്കുക. അപ്പം എ ഒ ബി, ഈ ഒരു ആർക്ക് ഫുൾ എന്താണ്, എ ഒ ബി ആണ്. എ ബി എന്ന് പറയുന്ന ഈ ആർക്കിന്റെ രണ്ട് എൻഡും കൂടി കൂട്ടി യോജിച്ച് സി എന്ന് പറയുന്ന ഒരു എൻഡിൽ എത്തുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ സിയും ഒയും കൂടി കൂട്ടി യോജിച്ച് ഒ സി എന്നുണ്ടാക്കി. ഒ സി എന്നുണ്ടാക്കുമ്പോൾ ഇവിടെ എത്ര ട്രയാങ്കിൾ ഉണ്ടാവുന്നു, ഇവിടെ നമുക്ക് രണ്ട് ട്രയാങ്കിൾ ഉണ്ടാവും അല്ലേ, രണ്ട് ട്രയാങ്കിൾ ഉണ്ടാവും. ഏതൊക്കെ ട്രയാങ്കിൾ? ട്രയാങ്കിൾ ഒ എ സിയും ഉണ്ടാവും, ട്രയാങ്കിൾ ഒ സി ബിയും ഉണ്ടാവും. സോ ട്രയാങ്കിൾ ഒ എ സിയിലും ഒ സി ബിയിലും ഒ എ എന്ന് പറയുന്നത് എന്താണ്, റേഡിയസ് ആണ് അല്ലേ. ഒ സി എന്ന് പറയുന്നത് എന്താണ്, റേഡിയസ് ആണ്. സിമിലർലി ഒ ബി എന്ന് പറയുന്നത് എന്താണ്, റേഡിയസ് ആണ്. ഇവിടെ ഒ സി എന്ന് പറയുന്നതും റേഡിയസ് ആണ്. അപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് രണ്ട് പോർഷൻ ആക്കി, ട്രയാങ്കിൾ ഒ എ സി, ട്രയാങ്കിൾ ഒ സി ബി എന്ന് എഴുതി. എന്താണ് സൈഡ്സ് ഒ എ എന്ന് പറയുന്നത് ഒ സി എന്ന് പറയുന്നത് എന്താണ്, സെയിം ആണ്. കാരണം എന്താണ്, റേഡിയസ് ഓഫ് സർക്കിൾ. അതേപോലെ വേണമെങ്കിൽ ഒ സി ബി എന്ന് പറയുന്ന ട്രയാങ്കിളും നമുക്ക് എഴുതി കൂടെ. എന്താണ്, ഈ ഒ സി ബി എന്ന് പറയുന്ന ട്രയാങ്കിളിൽ ഒ സി എന്ന് പറയുന്നതും ഒ ബി എന്ന് പറയുന്നതും എന്താണ്, റേഡിയസ് ആണ്, റേഡിയസ് ഓഫ് സർക്കിൾ ആണ്. ഒരു ത്രികോണത്തിന്റെ, ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ് ഈക്വൽ ആവുക എന്ന് പറയുമ്പോൾ എന്താണ്, അതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഒരു ഐസോസിലസ് ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ് ഈക്വൽ ആവുക എന്ന് പറയുമ്പോൾ ആ സൈഡിന്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതായത് എന്താണ്, ഒ എ എന്ന് പറയുന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് എന്താണ്, ആംഗിൾ ഒ സി എ വിച്ച് ഈസ് ഈക്വൽ ടു ഈ ഒരു സൈഡിന് ഓപ്പോസിറ്റ് ഒ എ സി, ആംഗിൾ ഒ എ സി വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്, ഡിഗ്രി. ഇതെന്താണ്, എക്സ് ഡിഗ്രി ആയിരിക്കും. ഇത് എക്സ് ഡിഗ്രി ആണ് എന്ന് വിചാരിക്കുക. കാരണം എന്താണ്, ആംഗിൾ ഓഫ് ഐസോസിലസ് ട്രയാങ്കിൾ. മലയാളത്തിൽ ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമപാർശ്വ ത്രികോണം എന്ന് പറയും. അതേപോലെ നമ്മളെ അടുത്ത ട്രയാങ്കിൾ ഒ ബി സി എന്ന് പറയുന്ന അടുത്ത ട്രയാങ്കിൾ എന്താണ്, ഇവിടെ ഒ ബി എന്ന് പറയുന്നതും ഒ സി എന്ന് പറയുന്നതും സെയിം ആണ്. കാരണം റേഡിയസ് ആണ്. ഈ റേഡിയസിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ എന്താണ്, ആംഗിൾ ഒ ബി സി വിച്ച് ഈസ് ഈക്വൽ ടു ആംഗിൾ ഒ സി ബി വിച്ച് ഈസ് ഈക്വൽ ടു, ഞാനിവിടെ വൈ ഡിഗ്രി ആണ് ഈ ആംഗിൾ എന്ന് എടുക്കുന്നത്. ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ആർക്കിന്റെ രണ്ട് എൻഡും കൂടി കൂട്ടി യോജിച്ച് എ സി ബി ഉണ്ടാവും. Therefore എന്താണ്, ആംഗിൾ എ സി ബി വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുക, ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കുക. ഫ്രം 1 and 2 എന്താണ്, ആംഗിൾ എ സി ബി എന്താണ്, ആംഗിൾ എ സി ഒ പ്ലസ് ആംഗിൾ ബി സി ഒ. എ സി ഒ എത്ര, എക്സ് ഡിഗ്രി പ്ലസ് വൈ ഡിഗ്രി. ആംഗിൾ എ സി ബി എന്ന് പറയുന്നത് അതാണ്. ഇതിനെ ഇക്വേഷൻ നമ്പർ 3 ആക്കുക. അതായത് എന്താണ്, ഈ ഒരു ആർക്ക് എ ബി എന്ന് പറയുന്ന ആർക്കിന്റെ രണ്ട് എൻഡും കൂട്ടി യോജിച്ചപ്പോൾ കിട്ടുന്ന ആംഗിൾ എ സി ബി എന്ന് പറയുന്നത് എക്സ് ഡിഗ്രി പ്ലസ് വൈ ഡിഗ്രി ആണ് എന്ന് കിട്ടി. ഇത് സ്റ്റാർ ഇട്ട് വെക്കുക, അത് ആവശ്യമുണ്ട്. സോ ഇനി നമുക്ക് എന്ത് കിട്ടണം, സർക്കിളിന്റെ സെന്ററിൽ എന്താണ് അവസ്ഥ എന്നുള്ളത് കിട്ടണം. അതിനെന്ത് ചെയ്യുക, ഒ സി എന്ന് പറയുന്ന ഈ റേഡിയസ് വരച്ചത് കുറച്ചും കൂടി നീട്ടി സർക്കിളിന്റെ അടുത്ത എൻഡിലേക്ക് കൊണ്ടുപോവുക. അപ്പം ഇവിടെ നിന്ന് തന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഒരു ട്രയാങ്കിളിന്റെ, ഈ ഒരു ത്രികോണത്തിന്റെ ബാഹ്യകോണ് അല്ലെങ്കിൽ എക്സ്റ്റീരിയർ ആംഗിൾ ആണ് എന്ത്, എ ഒ
ഇതിനെ ഡി എന്ന് പറയുന്ന ഒരു പേരിട്ട് ഇട്ട് വെക്കുക. അപ്പം എ സി ഒ എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ എക്സ്റ്റീരിയർ ആംഗിളാണ് എ ഒ ഡി. എ ഒ ഡി അല്ലേ? ഈ ആംഗിൾ എ ഒ ഡി. ഒരു 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 ട്രയാങ്കിളിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുമ്പം രണ്ട് ആംഗിളിന്റെ സമ്മാണ്. ഇവിടെ രണ്ട് ആംഗിൾ എന്ന് പറയുന്നത് എക്സ് ഡിഗ്രി നമുക്ക് ഓൾറെഡി അറിയാം. അപ്പം എന്താണ് ഇവിടെ 2x ഡിഗ്രി ആയിരിക്കും. അതേപോലെ ഈ ഒരു ട്രയാങ്കിളിന്റെ ഒ സി ബി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ ആണ് എന്ത്? 2y ഡിഗ്രി. കാരണം എന്താ? y ഡിഗ്രി പ്ലസ് y ഡിഗ്രി 2y ഡിഗ്രി. ഓക്കെ, ഇതിപ്പോഴേ മനസ്സിലാക്കി വെക്കുക. ഇതിന്റെ തിയറി എങ്ങനെ എഴുതുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ആദ്യം എന്ത് എഴുതുക? ഡ്രോ ഡ്രോ എ ലൈൻ ഫ്രം O to D. Then we have an exterior angle of triangle ACO and BCO. അതായത് ആംഗിൾ ACO, ആംഗിൾ AOD, ആംഗിൾ AOD which is equal to എന്താണ്? എക്സ് ഡിഗ്രി പ്ലസ് എക്സ് ഡിഗ്രി വിച്ച് ഈസ് ഈക്വൽ ടു 2x ഡിഗ്രി. അതിനുള്ള കാരണം എന്താണ്? എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എന്താണ്? ട്രയാങ്കിൾ. ഏത് ട്രയാങ്കിൾ? എ ഒ സി ഉണ്ട്. ട്രയാങ്കിൾ എ ഒ സി. അതായത് എന്താണ്? ട്രയാങ്കിൾ ത്രികോണം എ ഒ സിയുടെ ബാഹ്യകോണാണ് എന്ത്? എ ഒ ഡി. സിമിലർ വേ അടുത്ത ആംഗിൾ ബി ഒ ഡി ആംഗിൾ ബി ഒ ഡി വിച്ച് ഈസ് ഈക്വൽ ടു y ഡിഗ്രി പ്ലസ് y ഡിഗ്രി വിച്ച് ഈസ് ഈക്വൽ ടു 2y ഡിഗ്രി. എന്താണ്? എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് ട്രയാങ്കിൾ ബി ഒ സി. ഓക്കെ, ബി ഒ സിയും എ ഒ ഡിയും നമുക്ക് കിട്ടി. അപ്പം സെൻട്രൽ ആംഗിൾ എന്താണ്? ഇവിടെ ഉണ്ടാകുന്ന സെൻട്രൽ ആംഗിൾ, therefore സെൻട്രൽ ആംഗിൾ എ ഒ ബി വിച്ച് ഈസ് ഈക്വൽ ടു therefore സെൻട്രൽ ആംഗിൾ എ ഒ ബി വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? ഇതിന് ഇക്വേഷൻ നമ്പർ 4 എന്നും ഇതിന് ഇക്വേഷൻ നമ്പർ 5 എന്നും വിളിച്ചാൽ ഫ്രം 4 and 5 അതാണ് ആംഗിൾ എ ഒ ബി എന്തായിരിക്കും? ആംഗിൾ എ ഒ ഡി പ്ലസ് ആംഗിൾ ബി ഒ ഡി വിച്ച് ഈസ് ഈക്വൽ ടു 2x ഡിഗ്രി പ്ലസ് 2y ഡിഗ്രി വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് ഡിഗ്രി പ്ലസ് y ഡിഗ്രി. അതായത് എന്താണ്? ആംഗിൾ എ ഒ ബി വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് ഡിഗ്രി പ്ലസ് y ഡിഗ്രി. ഇതിനെ അടുത്ത സ്റ്റാർ ഇട്ട് വിളിക്കാം. ഇതെന്താണ്? 6 ആണ്. ഫ്രം 3 and 6 എന്ത് മനസ്സിലാക്കാം? ഫ്രം 3 and 6. മൂന്നാമത്തെ ക്വസ്റ്റ്യനും കൂടി ഞാൻ ഇവിടെ ഇതാണ് എന്ന് വിചാരിക്കുക. ആംഗിൾ എ സി ബി വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഡിഗ്രി പ്ലസ് y ഡിഗ്രി. ഫ്രം 3 and 6 എന്ന് ഈ രണ്ട് ഇക്വേഷൻ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നോക്കൂ, പിക്ചറിലേക്ക് നോക്കാം. ആംഗിൾ എ സി ബി എന്ന് പറയുന്നത് 2 ഇൻറ്റു എക്സ് ഡിഗ്രി പ്ലസ് y ഡിഗ്രി. ആംഗിൾ എ ഒ സി എന്ന് പറഞ്ഞാൽ 2x ഡിഗ്രി പ്ലസ് 2y ഡിഗ്രി. ഇതെന്ന് പറയുന്നത് എക്സ് ഡിഗ്രി പ്ലസ് y ഡിഗ്രി. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എന്ത് മനസ്സിലാക്കാം? സപ്പോസ് ഇത് സി ഡിഗ്രി ആണ് എന്നുണ്ടെങ്കിൽ എന്താണ്? ഇതപ്പോ 1/2 സി ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇതാണ് ഇതിന്റെ പ്രൂഫ്. ഈ പ്രൂഫ് ഇങ്ങനെ മനസ്സിലാക്കി മാത്രം വെച്ചാൽ മതി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ ഇതിലുള്ള ചില
ഇതിൽ ചില വഴികൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ഇനി നേരെ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 36 കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അതോടെ നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാവും. സോ പേജ് നമ്പർ 36 ക്വസ്റ്റ്യൻ നമ്പർ 1. വാട്ട് ഈസ് എ ഫ്രാക്ഷൻ ഓഫ് സർക്കിൾ ഈസ് ദ മാർക്ക്ഡ് ഇൻ പിക്ചർ ബിലോ. പിക്ചർ ബിലോ നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു ലൈന് പോകുന്നുണ്ട്. സർക്കിളിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു ലൈന് പോകുന്നുണ്ട്. അങ്ങനെ എന്താണ് എ ബി എന്ന് പറയുന്ന ഒരു ആർക്ക് ഉണ്ടാക്കുന്നു. ആ ആർക്ക് കൂട്ടിയോജിച്ച് സി എന്ന് പറയുന്ന ആംഗിൾ എന്താണ് 40 ഡിഗ്രി ആണ്. അപ്പോൾ നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്ററിൽ ഉണ്ടാവുന്ന ആംഗിളിനെ പറ്റിയിട്ട് നമുക്കൊരു ധാരണയുമില്ല. അപ്പം സർക്കിളിൻ്റെ സെൻറ്ററിൽ എത്ര ഡിഗ്രി ആയിരിക്കും എന്നുള്ളത് നമ്മൾ ആദ്യം അറിയണം. ആ സർക്കിളിൻ്റെ സെൻറ്ററിൽ എത്ര ഡിഗ്രി ആണ് എന്ന് അറിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? സർക്കിളിൻ്റെ സെൻറ്ററിൽ എത്ര ഡിഗ്രി ആണ് എന്ന് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആ സർക്കിളിൻ്റെ സെൻറ്ററിലുള്ള ആംഗിൾ, സെൻട്രൽ ആംഗിൾ ഡിവൈഡഡ് ബൈ 360 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഫ്രാക്ഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ സെൻട്രലിലുള്ള ആംഗിൾ ഇവിടെ 40 ആണ് എന്നുണ്ടെങ്കിൽ, സപ്പോസ് ഇതാണ് സെൻറ്റർ എന്നുണ്ടെങ്കിൽ, ഈ സെൻറ്ററിലുള്ള ആംഗിൾ എത്ര ആയിരിക്കും? ഇതിൻ്റെ ഡബിൾ ആയിരിക്കും. ഇതാണ് നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചത് അല്ലേ? ഇതൊന്ന് മനസ്സിലാക്കേണ്ടത് അതാണ്. അപ്പോൾ ഇത് വെച്ച് സെൻട്രൽ ആംഗിൾ എന്താണ്? 2 × 40/360 which is equal to 80 divided by 360 which is equal to 80 divided by 360. 800 കട്ട് ചെയ്തു. 36 2/9 ആയിരിക്കും ആൻസർ. ഫ്രാക്ഷൻ സെൻട്രൽ ആംഗിൾ ഡിവൈഡ് ബൈ 360. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഈ 3 പിക്ചറിൽ കാണുന്നതിന് എന്താണ്? വാട്ട് ഈസ് ഇവിടെ ഇതാണ് കാണേണ്ടത്, ഇവിടെ ഇതാണ് കാണേണ്ടത്, ഇവിടെ ഇതാണ് കാണേണ്ടത്. ആഫ്റ്റർ ഓൾ ഇവിടെ ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്. സർക്കിളിൻ്റെ സെൻറ്ററിലുള്ള ആംഗിൾ എന്താണെന്നുള്ളതാണ് കാണേണ്ടത്. നമ്മൾ പറഞ്ഞു ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെൻറ്റർ ആംഗിൾ ഡിവൈഡ് ബൈ 360 ആണ്. ഇവിടെ 1/10 തന്നിട്ടുണ്ട്. അപ്പോൾ സെൻറ്ററിലുള്ള ആംഗിൾ എന്തായിരിക്കും? അപ്പോൾ സെൻറ്ററിലുള്ള ആംഗിൾ എന്തായിരിക്കും? 1/10 ഇൻറ്റു 360 ചെയ്താൽ അത് കിട്ടും. അപ്പോൾ എന്താണ്? 36 ഡിഗ്രി ആയിരിക്കും ഇവിടെ വരിക. ഇവിടെ എന്താണ്? 36 ഡിഗ്രി ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പിക്ചറത്തെ പരിപാടി കഴിഞ്ഞു. ഓക്കെ, ദെൻ സിമിലർ വേ അടുത്ത ഇതെന്താണ് എന്ന് വെച്ചാൽ ഈ ഫ്രാക്ഷൻ കാണാനാണ്. ഈ ഫ്രാക്ഷൻ കാണാൻ എന്ത് മനസ്സിലാക്കണം? ഈ 36 ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള സെൻട്രൽ ആംഗിൾ എന്തായിരിക്കും? ഇതിൻ്റെ ഡബിൾ ആയിരിക്കും. അതായത് സെൻട്രൽ ആംഗിൾ വിച്ച് ഈസ് ഈക്വൽ ടു 36 × 2 = 72 ഡിഗ്രി. 72 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഫ്രാക്ഷൻ എന്തായിരിക്കും? അതായത് ഇതിൻ്റെ സംഖ്യ അല്ലെങ്കിൽ ഫ്രാക്ഷൻ എന്തായിരിക്കും? 72 divided by 360. 72 divided by 360. 72 divided by 360 ചെയ്യുമ്പം ഇതിന് 72 × 1 എന്ന് എഴുതാം. അതേപോലെ 72 × 5 ആണ് 360. 72 കട്ട് ചെയ്യുമ്പോൾ 1/5 ആണ് ആൻസർ വരിക. ഓക്കെ, മൂന്നാമത്തെ പിക്ചറിൻ്റെ ആൻസർ എന്തായിരിക്കും? ഇവിടെ നമുക്കറിയാം 36 ഡിഗ്രി ആണ്. സെൻട്രൽ ആംഗിൾ 72 ആണ്. ഇവിടെ എന്തായാലും വീണ്ടും 1/5 തന്നെ ആയിരിക്കും ആൻസർ. ഓക്കെ, സോ അടുത്ത ഭാഗം, അടുത്ത ചോദ്യം ആയിട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ വരുന്നതായിരിക്കും. So stay tuned for our next video. Bye.